വരവൂർ ദേശമംഗലം പഞ്ചായത്തുകൾ പൂർത്തിയായി കഴിഞ്ഞു. ചേലക്കരയിൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് 5000 വോട്ടുകൾക്ക് പിന്നിൽ പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ UR പ്രദീപ്. ചേലക്കര ഇനി തിരിഞ്ഞു നോക്കാനില്ല. 2 പഞ്ചായത്തുകളുടെയും ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു. 2 പഞ്ചായത്തുകളിലായി 28 ബൂത്തുകൾ വരവൂർ ദേശമംഗലം UR പ്രദീപ്, വരവൂർ ദേശമംഗലം UR പ്രദീപ്, ചേലക്കര UR പ്രദീപ്, വരവൂർ കൂർക്ക UR പ്രദീപ്. അങ്ങനെ വരവൂരിൽ ദേശമംഗലത്ത് UR പ്രദീപിന്റെ ലീഡാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേസെങ്കിലും 12 മണിയാവും അല്ലേ? നിലവിൽ ഇപ്പോൾ സമയം 9:24. ഒരു 1.5 മണിക്കൂറാകുമ്പോഴേക്കും പാലക്കാട് പ്രവചനാതീതമായ നിലകളിലേക്ക് പോകുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആനന്ദിക്കാം, കോൺഗ്രസ് ക്യാമ്പിന് ആശ്വസിക്കാം. 2ാം റൗണ്ടിൽ ലീഡ് ചെയ്തു. 2ാമത്തെ റൗണ്ടിൽ ഇതാ പാലക്കാടിന്റെ ശക്തി കേന്ദ്രങ്ങളെ പിടിച്ചുലക്കി കോട്ടകൊത്തളങ്ങൾ ഇളക്കിക്കൊണ്ട്, എങ്ങനെ പറയാൻ പറ്റുമോ? കോട്ടകൊത്തളങ്ങൾ ഇളക്കി. പാലക്കാട് കോട്ട, വലിയ കോട്ടകൾ ഇളക്കിക്കൊണ്ട് ആ കോട്ട മൈതാനത്തിലാണ് നമ്മൾ ചർച്ച. അയ്യാപുരം, ചാത്തപുരം. ഇനി അറിയേണ്ടത് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ആരോടും എന്നതാണ് അറിയേണ്ടത്. വിക്ടോറിയ കോളേജ് കോട്ട മൈതാനം വരെ. ചേലക്കരയിൽ നിന്ന് ഉണ്ണിസാർ സ്മൃതി പാടോ കണ്ടം വഴി ഓടിയിട്ടുണ്ട്. ചേലക്കര വഴി കണ്ടം വഴി വഴി ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുമെന്ന് പറഞ്ഞെടുത്ത് എന്തിനാ ഞാൻ ഓടേണ്ട കാര്യം? റൗണ്ടുകൾ കഴിയുമ്പോൾ 3781 വോട്ടുകൾക്ക് ഒരു LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഇഞ്ചോടിഞ്ചാവും? 1 ഇഞ്ച് പോലും പിന്നിലേക്ക് പോയിട്ടില്ല മാഡം. ഒരു പഞ്ചായത്തിലും പോയിട്ടില്ല. 2 പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ പോയിട്ടില്ല. ഒരു ബൂത്ത് പിടിച്ചോ എന്നാണ്. അതെ, ഒരു ബൂത്ത് പിടിച്ചോ. അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കണം. അതെ, NDA 1057 വോട്ടുകൾക്ക് പാലക്കാട് മുന്നിൽ. 1057, പക്ഷേ 3000 വോട്ടുകൾ മുൻപിൽ വരേണ്ട സാഹചര്യം. ആ സാഹചര്യത്തിലും 1057 വോട്ടുകളിലാണ് BJP മുന്നിൽ നിൽക്കുന്നത്. ഇനി എണ്ണാനുള്ള 3ഉം 4ഉം റൗണ്ടുകൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടെ ലീഡ് നില വർദ്ധിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.